ഹായ് ഫ്രണ്ട്സ്, സുമാ ലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചപ്പാത്തി ഉപയോഗിച്ച് വളരെ സോഫ്റ്റായി എങ്ങനെ അട തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റാണ് ഈ അട കഴിക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത പേസ്റ്റ് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് മൈദാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതാ ഈ പരുവത്തിനാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തു നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തു. കുറച്ച് നാളികേരം ചിരകിയതും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. അതിനായി സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കാം. ഇനി വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് വാട്ടി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കറി ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ സൈഡ് ഇല ഉപയോഗിച്ച് ഒന്ന് അങ്ങോട്ട് മടക്കി വയ്ക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട്. ഇതാ കണ്ടില്ലേ, ഇലയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ആ ഭാഗം ഒന്ന് ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. ഇനി ഇല മടക്കി നമ്മൾ സാധാ അട പുഴുങ്ങിയെടുക്കുന്നത് പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇഡലി ചെമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ അട വേവിക്കുന്നത് പോലെ തന്നെ പുഴുങ്ങിയെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചപ്പാത്തി അട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇലയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ അട കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബൈ.